ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നാളെ നമ്മുടെ കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പോയി ഡെക്കറേറ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ രാവിലെ ഇനി പോകണം, അവിടെ പോയി ഡെക്കറേറ്റ് ചെയ്യണം. ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിൽ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും. ഇനി അവിടെ ചെന്നിട്ടാണ് പ്ലാൻ ചെയ്യാനായിട്ട് ബാക്കിയും. അപ്പോൾ ഇനി നേരെ പോയി കോളേജിൽ പോയിട്ട് കാണിച്ചു തരാം. ഇന്നലെ ആണെങ്കിൽ നമ്മുടെ സൈഡ് ഡ്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 2 കൊല്ലം പൊടിയടിച്ച് കിടന്നതാണ്. ഫുള്ള് പൊടിയൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ കൊണ്ട് കോളേജിൽ പോകണം. നാളെ മത്സരമുണ്ട്, ക്രിസ്മസ് ഗാന മത്സരം, കരോൾ ഗാന മത്സരം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സൈഡ് ഡ്രം അടിച്ച് പാടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് പോയിട്ട് വേണം പ്ലാൻ ചെയ്യാനും അവിടെ വേണം പാട്ടൊക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ നേരെ ഇനി കോളേജിൽ പോട്ടെ. ബലൂൺ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ബലൂൺ വാങ്ങണം. റെഡിൽ ബലൂൺ വാങ്ങിച്ച് കറുപ്പും വെള്ളയും ചുവപ്പും. നമ്മൾ ബലൂണിൻ്റെ ഒരു അളവിന് വേണ്ടിയിട്ട് മീക്കറുണ്ട്, അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയാണ് നടക്കുന്നത്. പിന്നെ നമ്മളെ ക്ലാസ്സിൽ പുതിയ ബോർഡ് വെച്ചിട്ടു, അത് ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടില്ല, ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട്. മതി 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 നോക്കിയത് മൈക്കെടുത്തില്ല, തട്ടില്ല. മതി, ഇല്ല മൈക്കെടുത്തില്ല. ഇത് മതി, കെട്ടിയിട്ടോ ഇതേ അളവിൽ എല്ലാ ബലൂൺ. ഓക്കെ, ഇവിടെ പേപ്പറൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സൈഡിലൂടെ മറയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, കുറേ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബലൂണൊക്കെ വിരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും. മാർച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ കയറിൽ കെട്ടിയിട്ടാണ് വയ്ക്കുന്നത്. അവർ ബലൂൺ പെരുക്കി തരുന്നു, നമ്മളിവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നു, ഞാൻ ഇവിടെ നിന്ന് കെട്ടുന്നു. അതാണ് പരിപാടി. നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളിങ്ങനെ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ചെറിയൊരു കയറിലാണ് സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിത് അവിടെ ബലൂൺ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബലൂൺ ആർച്ച് പ്രൊഫഷണലല്ല, അതിൻ്റെ ചെറിയ പോരായ്മ എന്തായാലും ഉണ്ടാകും. അവിടെ നിന്ന് ഇറങ്ങി ഇനി അവർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കാം. ഇത്ര നേരം കഷ്ടപ്പെട്ട് ചെയ്തേ 100 രൂപയുണ്ട്, 100 രൂപ അതിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം ഗൈസ്. വെള്ളം വാങ്ങിച്ച് ഗൈസ്, ലിച്ചി 10 എണ്ണം ഗൈസ്. ഇനി ഇവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കട്ടെ, അവർ പാവല്ലേ, കഷ്ടപ്പെട്ട് അത്രയും ബലൂണൊക്കെ പെരുകി തന്നു. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, എന്ത് ബ്ലോഗ് എടുക്കാൻ പറ്റും നോക്കട്ടെ. നമ്മുടെ അക്ഷയ് നമ്മുടെ ഇന്നത്തെ ബബ്ബ സിനിമയിലെ അതെയല്ല റിവ്യൂ പറയാം. റിവ്യൂ നല്ല സിനിമയാണ്. ഒരു ഫാൻ എന്ന രീതിയിൽ പ്രതീക്ഷ അയാൾക്ക് 100% നീതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ല കഥ ഒരു ആവറേജ് കഥ എന്ന രീതിയിൽ പറയാം. പക്ഷെ അത് വിഷ്വൽസും കൊണ്ടുപോയിരിക്കുന്ന രീതി നല്ല രസമാണ്. പിന്നെ തമാശ പാട്ടാ, മറ്റേ ഊള പാട്ടുണ്ടാണ് അല്ല ഊള പാട്ടെങ്ങനെ അതിലുണ്ടാ. പിന്നെ ഇടയ്ക്ക് ഒരു ഊള പാട്ടിറങ്ങി. പക്ഷേ ആ നന്നായിരിക്കും. ഞാൻ പറയണേ, ആ പാട്ടുണ്ട് അതിൽ അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ഒരു ടാഗ് വരുമല്ലോ, ആ ടാഗിന് ശേഷം പക്ഷെ കൊള്ളാം. പിന്നെ വിഷ്വൽസ്, ആ കസേര ഇരിക്കുന്നതും ഡാൻസും അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പറ, അത് മാത്രം അറിഞ്ഞാൽ മതി. റേറ്റിംഗ് 5-ൽ എത്ര കൊടുക്കും? 10 പറയാം. 10-ൽ ഒരു 8 കൊടുക്കും. 8 കൊടുക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, അതിന് എടാ സത്യം പറഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും പോരായ്മ തോന്നും ഏറ്റവും ലാസ്റ്റ് കൊണ്ട് വെച്ചാണ് കൺക്ലൂഷൻ ഒക്കെ. എന്താണ് സംഭവം, കഥ ലാസ്റ്റ് ആണ് അവർ പറയണത്. നീ എന്തിനാണ് സിനിമ അത് മതി. ദിലീപിന്റെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പണ്ടത്തെ സിനിമ ഇഷ്ടപ്പെടുന്ന ഗൈസ്. അങ്ങനെ ഇത് നമ്മുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തൂക്കിയ സ്റ്റാറാണ് കേട്ടോ. അതായത് കോളേജിൻ്റെ ഫ്രണ്ടിൽ ഉണ്ട് കിട്ടുന്ന സ്റ്റാർ അവർ തൂക്കിയിട്ടുണ്ട്. സൗണ്ട്സിൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണം കേട്ടോ. ഇവിടെ കുറച്ച് സാധനങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി കൊണ്ടുപോകണം. കണ്ടില്ലേ, സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി. ഒരു പ്രൊമോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. നമ്മുടെ പോസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ക്രിസ്മസ് ഫാദർ എന്താടാ ആദ്യം നീ ഇവിടെ കാണിയത് ഇതാരാണ് എന്നുള്ളത് ഗസ് ചെയ്യുക ഗൈസ്.
കമന്റ് ചെയ്യും. പോവാം. നമ്മൾ അടുത്ത പോസ്റ്റർ സെറ്റ് ചെയ്യാൻ പ്രൊമോ വീഡിയോ പോസ്റ്റർ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. എന്താ ഇവരാണ് കൈസ് കൊണ്ട് തൂക്കിയെടുത്തോണ്ട് പോകും. കാര്യമില്ല, നിന്നെ കൊണ്ട് നാട്ടുകാരെ കാണിച്ചു. ഗൈസ് ഇവര് കഴിവില്ല, ഇത്ര എടുത്തിട്ട് ഡാൻസ് കളിക്കാൻ പറ്റിയ ഗൈസ്. ഊരിടാ നീ. ഓ ഓ ഇത് എങ്ങനെ തിരിഞ്ഞു വേണം? ഇപ്പൊ എന്തിനാ അടിക്കുന്നത്? ചൊറിഞ്ഞിത് പറ്റില്ലളിയാ. ഇപ്പൊ പോയിട്ട് സെറ്റ് ആദ്യം കാര്യം പറയണേ ഗൈസ്. നമുക്ക് വേറെ ആളെ കിട്ടിയിട്ടുണ്ട്, അതായത് അതും ജെസ്സി. അതായത് നീയാവോ ഡേ? അഭിനവ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓ എല്ലാം ഇനി നമ്മൾ പിക്സൽ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ ഇത് നൂത്ത് കാണിട്ട് പോസ്റ്റർ എഡിറ്റ് ചെയ്ത പയ്യൻ സീനാണേ. കണ്ട ഹെവനോറ, ഇതാണ് നമ്മുടെ പേര്. എന്ത് വാളിയാ അത് തന്നെ. എന്ത് ഒരു എത്ര 6000 മ്യൂസിക് കിടക്കുന്ന വീഡിയോ നമ്മളൊരു 100K അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോ എന്തുവാടേ? ഓ ഇല്ല ഇവൻ വന്നില്ല. അവ എടുത്ത് സെറ്റ് ചെയ്ത് തുടങ്ങി. നീ അവൻ്റെ നിന്ന് എടുത്ത് ഒരു ഫോട്ടോ എടുക്കുക. എന്താവോ എന്തോ നാളത്തേക്ക് പരിപാടി. ഡാൻസ് കളി ഇവനെ വെച്ച് എടുപ്പിക്കാം. നീ എടുക്കുമല്ല? അപ്പൊ ഞാൻ പറയാം. പോസ്റ്ററിന്റെ കൂടെ ഡാൻസ് കളിക്കുമല്ല? നീ ഷർട്ടൊക്കെ എടുത്താത്തൊരു ഡാൻസ് കളിക്കൂ. ഡാൻസ് കളിച്ചോക്കട്ട്. ഗൈസ് ഫുള്ള് പ്ലാനിങ് ആണ്. എന്തെങ്കിലും നടക്കണമെങ്കിൽ കാണിച്ചു തരാം. ഇവനാണ് ഫുള്ള് പ്ലാൻ ചെയ്യാം. അങ്ങനെ പരിപാടി സെറ്റ് ആവാത്തോണ്ട് നമ്മൾ വേറെ ആക്ടേഴ്സിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ ഈ വസ്ത്രം ഊരിയിട്ട്, ഈ തിരുവസ്ത്രം ഊരിയിട്ട് ഇവക്കാണ് കൊടുക്കാൻ പോണത്. വലിച്ചു വരും. നീ കാണിയത് കീറിയാടാ. എല്ലാം നല്ലതാ. ഗൈസ് കുറെ പിള്ളേർ ഇവിടെ നിൽക്കുന്നു. സുവോളജിയിലെ പിള്ളേരാണെന്ന് തോന്നുന്നു. എല്ലാവരും ഉണ്ട് ഗൈസ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ആക്രികൾ പറക്കിക്കൊണ്ടുവരുന്നു. അവര് പറയണെന്ന് വെച്ചാൽ മറ്റേ ഏതോ സിനിമയിൽ ഒരു ബസ് ഉണ്ടല്ലോ, അതാണ് അവര് പുൽക്കൂട് ഫുള്ള് വെൽ പ്ലാൻ ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഉണ്ട്. ആനയല്ല, നമ്മളെ ക്രിസ്മസ് ഗേൾ ഇടുന്നു. നീ എങ്ങനെ ഇടുവാൻ തേരി നിങ്ങൾ ഇട്ടോ. പറയല്ല അടുത്ത് ഇവളെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് അക്ഷയ എടുത്ത് എല്ലാവരും സെറ്റ് ചെയ്തു. ബാക്കിയുള്ള ഒരു കാര്യത്തിലും അക്ഷയ്ക്ക് കഴിവില്ല. ഇത് മതി, എനിക്ക് ജീവിച്ചു പോയത് മതി.
ഓ പിന്നെ എല്ലാം സെറ്റാണ്, ചെന്ന് നോക്ക് കേൾക്കാൻ. ഗൈസ് അടുത്ത ക്രിസ്മസ് ഫാദർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എടേ ഓക്കെ ആവണ്ടേ? എടുത്തോ, നല്ല ഐശ്വര്യമുള്ള ചെരുപ്പാണ്. ഇനി അക്ഷയാണ് ഗൈസ് എടുക്കാൻ പോണേ. ഡാൻസ് ഒക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. Christmas chillaito papa delanda landa Business pulaito keiko odrino sino Hey akuna na vera puka bella kisa sadumo Kimasiya tola pingi problems in the keilamo Ula covid to problems e solvimo Andi tundi krisa kona science kumba melti kisa taxi Duka duka kama kama happy sina saragira taxi Luka luka kama kama happy sina saragira taxi Luka luka അങ്ങനെ നമ്മുടെ പിക്സൽ ലൈറ്റിൻ്റെ സെറ്റപ്പാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? പിന്നെ ബോക്സ് എടുത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്തായിരുന്നു. പിക്സൽ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതായത് കണ്ടില്ലേ? പിന്നെ ബാക്കി നമ്മുടെ അടുത്ത് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ട് ഇതേപോലെ അടച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വായു സഞ്ചാരമൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് പാർ ലൈറ്റ് അവിടെ പയ്യന്മാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പം സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയണേ. ഈ കൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോവുക. കുറച്ച് പരിപാടി വീട്ടിൽ ഇന്ന് കരോളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പോൾ ചെറിയൊരു പരിപാടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ അല്ലാതെ നമ്മളവിടെ ഡെക്കറേറ്റ് ചെയ്യണ ചെറിയായിട്ട് ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫുള്ളായിട്ട് അവിടെ നിന്ന് കാണാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫുള്ള് തിരക്കായിരുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിൽ നിന്ന് കരോളും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. 2 പള്ളിയിൽ നിന്ന്, നമ്മുടെ പള്ളിയിൽ നിന്നും പിന്നെ വേറൊരു മാമ്പള്ളി CSI പള്ളിയിൽ നിന്നും കരോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുള്ള് തിരക്കായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5:30 ആയിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഇവിടത്തെയും കുറച്ച് പരിപാടി ഫുള്ള് ബിസി ആയിരുന്നു ഇന്നലെ. എന്തായാലും ഇനി ഞാൻ റെഡിയായി നിൽപ്പുണ്ട്. ഞാൻ കോളേജിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാവേ. ഈ ഗൈസ് അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയപ്പോൾ അമ്മമാർ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ 2 താഴെ 2. പിന്നെ ഇത് നല്ല സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഈ ബലൂൺ ആർച്ച് നമുക്ക് ഫ്രണ്ടിൽ സെറ്റ് ചെയ്യണം. ഇത് മഞ്ഞയെന്ന് തോന്നും, പക്ഷെ മഞ്ഞയല്ല, ഗോൾഡാണ്. ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ സ്റ്റാറുണ്ട്. പിന്നെ ഈ 2 സൈഡിൽ നമുക്ക് 2 ബലൂൺ വെച്ച് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിള്ളേർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, പിള്ളേർ വന്നിട്ടില്ല. എന്തായാലും സംഭവം കലക്കിയില്ലേ. ആർച്ച് സീനാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അങ്ങനെ നമ്മുടെ കേക്ക് ഇത് അവിടെ വന്നിട്ടുണ്ട്. കേക്ക് 1 കിലോ കൂടുതൽ ഞങ്ങൾ സ്മരിക്കും. കൊള്ളാം. ഇനി നമ്മൾ കൊണ്ട് ക്ലാസ് ഇരിക്കട്ടെ. അതെ നല്ലായിരുന്നു. അതെ സേഫായിട്ട് കൊണ്ട് വെക്കണം കേട്ടോ. ഗൈസ് അങ്ങനെ സാന്റ മദർ, സാന്റ മദർ വിളിക്കുന്നത്.
കുറച്ച് കിട്ടുന്നു ഗൈസ്. അത് നേരത്തെ കൊടുത്തില്ല, അത് വീഡിയോ ആണ്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് എടുക്കാറുള്ളൂ. അച്ഛൻ്റെ മോടെ പള്ളിയില്ല, അച്ഛൻ്റെ മോനെ പ്രാർത്ഥിരളിയാ. ഈ ആഹാരം തന്ന ദൈവത്തിന് നന്ദി. വിധിച്ചോ ടീച്ചർ. ഗൈസ്, ഇതാണ് നമ്മുടെ ബിരിയാണി. ടീച്ചർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാരാണ് ഉണ്ടാക്കിയത്? അതെ അതെ, അച്ചാറാരാണ് ഉണ്ടാക്കിയത്? വേണമെന്നുള്ള ഒരു വർട്ടളിയാ. അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നടാ one last dance. ഓക്കേടാ. ഗൈസ്, അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അവസാനത്തെ പരിപാടി, അതായത് കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ഏകദേശം കഴിഞ്ഞ ചേട്ടാ. നമ്മുടെ അവൻ തൊഴിഞ്ഞത് പൊട്ടിച്ചൊരു വൃത്തിയാക്ക. ഗൈസ്, കലാശക്കൊട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ച് മിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇരിക്കുകയാണ് കുറച്ച് ഫുഡ്, പിന്നെ വേസ്റ്റ്, പിന്നെ ഇത് പൂട്ടി താക്കോലെടുത്ത്, പിന്നെ എൻ്റെ സൈഡിൽ ഇതായിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഇതവിടെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് ഫുള്ള് മാറ്റണം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് അതായത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ അവസാനത്തെ പരിപാടി അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ പരിപാടി ഉണ്ടാവും എന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഫെയർവെൽ കാണാൻ ചാൻസ് ഉണ്ട്, അത് നമ്മൾ നടത്തുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും പോയി ഗൈസ്. ഇനി സെറ്റ് കൊണ്ട് കൊടുക്കണം, വീട്ടിൽ പോകണം. അപ്പോൾ ഈ ബ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ശരി എന്നാൽ.